ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ വീഡിയോകൾ കാണുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോസുകൾ, അതായത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് ടെക്സ്റ്റുകളും ഫോട്ടോസുകളൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് കൈൻമാസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. ഇത് നമുക്ക് ബാക്ക് സ്ക്രീൻ മാറ്റാതെ തന്നെ, അതായത് ഗ്രീൻ സ്ക്രീൻ വെക്കാതെ തന്നെ കണ്ടില്ല, ഇതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. ഈ ഒരു എഡിറ്റിംഗ് ഞാൻ ചെയ്യുന്നത് കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻ്റർഫേസ് വരുന്നത്. നിങ്ങൾ ഏതെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് ന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. മുകളിൽ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ആണോ അല്ലെങ്കിൽ പോർട്രേറ്റ് ആണോ എന്നിവിടെ സെലക്ട് ചെയ്യാം. വ്യത്യസ്തമായിട്ടുള്ള ഓരോ സൈസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഷോർട്ട് വീഡിയോക്ക്, അതായത് ഞാനിവിടെ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയുള്ള എഡിറ്റിംഗ് ആണ്, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കും സ്റ്റോറിയിലേക്കൊക്കെ വേണ്ട ആ ഒരു ടൈപ്പിലേക്കാണ് മാറ്റുന്നത്. ഓക്കെ, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഏത് വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ആദ്യം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ മീഡിയ എന്ന് കാണും, മീഡിയ എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ഫോൾഡർ ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാമറയിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വീഡിയോ ആദ്യമായിട്ട് ഞാനത് മ്യൂട്ട് ചെയ്യുകയാണ്. അതിൻ്റെ സൗണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാനിവിടെ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തത്, ഇവിടെ ഇത്രത്തോളം വീഡിയോ മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിവിടെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയിൽ തന്നെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്യുക, വീഡിയോ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 ഡോട്ട് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ലെയർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആഡ് ആസ് എ ലെയർ എന്ന് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എക്സ്ട്രാ ലെയർ കൂടെ വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഇവിടെ നമുക്ക് 2 വീഡിയോകൾ കണ്ടില്ലേ, ഇതിൻ്റെ താഴെ ഒരു വീഡിയോ ഉണ്ട്, മുകളിൽ അതേപോലത്തെ ഒരു വീഡിയോ ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, ഇത് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു താഴത്തേത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ലെയർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് പോകാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് മാജിക് റിമൂവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഓഫിലായിരിക്കും കിടക്കുന്നത്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതൊന്ന് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ആ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫിനിഷ് ആവും. ഓക്കെ, ഇത് ഫിനിഷ് ആയിട്ടുണ്ട്, 100% ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്ത ലെയർ, അത് ഫോട്ടോസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇത് വെക്കുന്ന സമയത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് നമുക്ക് വേറെ ഫോട്ടോ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് നീക്കി വെച്ചതിന് ശേഷം വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, 2 പേര് നടന്നു വരുന്നതായിട്ട് നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് ഇപ്പോൾ 2 ലെയറായി മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ക്രീനിൽ ഫിറ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡബിൾ ലെയർ ആക്കി നമുക്ക് മനസ്സിലാവില്ല. കണ്ടില്ലേ, ഇതിപ്പോൾ 2 ആണെന്നുണ്ടെങ്കിലും ഇതാ ഒരു സ്ക്രീനോട് തന്നെ ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലാവില്ല ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിൽ എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ആവാം, വീഡിയോസ് ആവാം, ഫോട്ടോസുകളാവാം, എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾ ഇവിടെ ലെയർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ലെയർ എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ മീഡിയ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ മീഡിയ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് മീഡിയ ആണോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റെ തന്നെ ഒരു നെയിം എഡിറ്റ് ചെയ്ത് വെച്ചത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കണ്ടില്ലേ, ഇതുപോലെ വന്നു. ഇതാണ് ഞാനിവിടെ ബാക്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലുണ്ട്. ഇനി ഇത് നമുക്ക് നീങ്ങി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുതായി ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സൈഡിൽ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ലെയർ ഇങ്ങോട്ട് ലാസ്റ്റിലേക്ക് കൊണ്ടുവരാം. ലാസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് ഇതുവരെ കൊണ്ടുവന്ന് നോക്കുക. ഇനി പുറത്തേക്ക് കൊണ്ടുവന്നാലും കുഴപ്പമില്ല, അതങ്ങനെ പോയി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ സംഭവം, അതായത് നമ്മൾ രണ്ടാമതായി എടുത്തിട്ടുള്ള ലെയറിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, 3 ഡോട്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്രിങ് ടു ഫ്രണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ എടുത്തിട്ടുള്ള നമ്മളെ സെക്കൻഡ് ലെയർ എടുത്തിട്ടുള്ള നമ്മൾ ആ ഒരു വീഡിയോ
അത് നമുക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബാക്കിലേക്കും പോയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലൂടെ ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ടെക്സ്റ്റുകളോ വീഡിയോസുകളോ ഫോട്ടോസുകളോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കിലായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ആ ഒരു ഫോട്ടോസുടെ ബാക്കിലൂടെയാണ് ആ ഒരു ലെറ്റർ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.